ഹലോ മച്ചാൻസ്, ജേണി ഓഫ് കൽക്കി ഇന്നത്തെ ഒരു ജേണി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അതും 2024 ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തേത്. അത് നമ്മളിപ്പം ട്രിപ്പിലാണുള്ളത്. ഇവിടെ നമ്മൾ എവിടെ പോകണം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ റൂട്ടാണ് പോകാൻ പോണത്. നിങ്ങൾ ലാസ്റ്റ് 2 നാളത്തെ വീഡിയോ വന്ന് കാണൂലായിരിക്കും. അത് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ബാറ്ററി കുറച്ച് പ്രോബ്ലം ആയിരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വിക്കി ബ്രോൻ്റെ വീട്ടിൽ വന്നിട്ട് ബാറ്ററി എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് കാര്യം ഇരുന്നാലും വീഡിയോ ബാക്കിങ് ഇല്ല. അതുപോലെ വിക്കി ബ്രോ കാണിച്ചു തന്നില്ലല്ലോ, എപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഇന്നും ഒരാളും കൂടെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ വിക്കി ബ്രോ. വിക്കി ബ്രോയോ മോസ്റ്റ്ലി ഉള്ള പഴയ വീഡിയോസിൽ അറിയാൻ പറ്റും. ഇൻസ്റ്റയിൽ നിറയെ റീൽസിലും ബ്രോ ഉണ്ട്. നമ്മളെ ബോട്ടെല്ലാം തള്ളണ പോലത്തെ ഒരു വീഡിയോ ഉണ്ട്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഓൾ ഇന്ത്യ ട്രിപ്പിൽ മീറ്റ് ചെയ്തതാണ് വിക്കി ബ്രോയെ. അതുകൊണ്ട് ഇവന്മാര് വേറെ ലെവല് ചുമ്മാ സീനാണ് മാൻ. കാരണം വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഇന്ന് ഇവർ പോകുന്നത് നല്ല സങ്കടമുണ്ട്. എന്തായാലും പിള്ളേർ വലിയൊരു യാത്രയിലേക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ്. എത്തണം, എല്ലാം സെറ്റാവും. അതുപോലെ ഇതാണ് നമ്മളെ ഷാഡോ ബ്രോ. ഷാഡോ എന്താ കേട്ടോ വിശേഷം? അവർ നമ്മൾ അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി 2 പിള്ളേർ. അവരുടെ ആ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും അതുപോലെ തന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല കേട്ടോ. അവർ രാവിലെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം, ചങ്കായിട്ട് നിൽക്കണം. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ നമ്മൾ ഇന്നലെ ന്യൂ ഇയറിലും പൊളിച്ച് അടുക്കിയിട്ടുണ്ടായിരുന്നു രാത്രി. അതിൻ്റെ വീഡിയോസ് എൻ്റെ റീൽസിൽ കണ്ടാൽ അറിയാം, സ്റ്റോറീസിൽ കണ്ടാൽ അറിയാം. 1-2 ക്ലിപ്പുകൾ ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്ത് വെക്കാം, നോക്കണം. അതുപോലെ നമ്മളെ ബിനോയിനും സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ബാഗ് കുട്ടികളും റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മളെ കുട്ടി വീടും റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. സമയമായിട്ടുണ്ട്. ഇപ്പോഴേ സമയം കറക്റ്റ് ഒരു 8-8:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തന്നെ കറക്റ്റ് ഒരു വെയിലെത്തേ മുമ്പ് കുറച്ച് കിലോമീറ്ററും കവർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ച് ദൂരവും പോകാൻ പറ്റുള്ളൂ. അതേപോലെ ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ബെൽ ബട്ടൺ നമുക്ക് ബിനോന് കാലിൽ കുറച്ച് സീനായിട്ടുണ്ടായിരുന്നു. ആ സീന് കാരണം അവന് വീട്ടിൽ പോകാനുള്ള ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. എന്ത് പറയാൻ ആരുതേക്കാം எப்படி இருக்கு காலு? என்ன சொல்கிறது, ஸோ நம்மளுக்கு இந்த சைடு, அதாவது ரைட் சைடு ஒரு ஆக்சிடென்டான ஒரு சின்ன ஒரு விஷயமாகும். ஸோ இந்த இடத்துல செப்புன்னு சொல்லுவாங்க நம்ம எங்கள் ஊரில். செப்பு வந்து ஒரு மாதிரி கலந்து திரும்புது, கேட்டிங்களா? ஸோ நடக்கிறது கொஞ்சம் கஷ்டமாக இருக்குது. அதுவும் இல்லாமல் கொஞ்சம் பர்சனலாக கொஞ்சம் ப்ராப்ளம்ஸ் இருக்குது வீட்டில். ஸோ அதையும் போய் கொஞ்சம் சால்வ் பண்ண மாதிரி இருக்கும். ஸோ பார்ப்போம். இது வரைக்கும் வந்தது எனக்கு ரொம்ப ஆச்சரியமாக தான் இருக்குது. நம்ம உடம்புக்கு நான் இது வரைக்கும் நடந்துகிட்டே கிடையாது. இவ்வளோ தூரம் வந்தது பெரிய விஷயமா நான் நினைக்கிறேன். எனக்கு இதுக்கு அவ்வளோதான். ஸோ இதுவரையும் சப்போர்ட் பண்ண எல்லாருக்கும் ரொம்ப தேங்க்ஸ். அதுவும் இல்லாமல் என் மச்சான், அவன் இதில் ரொம்ப பிடித்தமாக இருக்கான். கண்டிப்பாக அவன் அச்சீவ் பண்ணுவான். எனக்கு நல்ல நம்பிக்கை இருக்குது. அவன் அப்படி தான் சொல்லுவான். இவன் ஊருக்கு போயிட்டு எப்படியும் ரிட்டன் நம்மளோட பாதிலேச்சு வந்து ஜாயின் பண்ண தான் போகிறான். பார்ப்போம், எப்படியும் வருவான். இப்போ மச்சான்ஸ் நம்ம பினோயிட்னு விட പറയാം. மீட் பண்ணுவோம் மச்சான். கண்டிப்பாக மச்சான் வரணும். நீ உன் பிளாக் எடுத்துகிட்டு வரணும். ஏட்டியா வண்டி எடுத்து நான் வரேன் கண்டிப்பாக. கரெக்டாக நல்ல ஒரு ஸ்பாட் எடுத்துப்போ. ஓகே. அப்போ நம்ம பைலுக்கு நல்லா ஹார்ட் ஒர்க் பண்ணியிருக்கான். மச்சானும் லைஃப்பில் இப்போ தான் இவ்வளோ கிலோமீட்டர் நடந்திருக்கு. அப்போ அவனே பெருமை அவனே சொல்லிட்டான். அப்படி தானே மச்சான்? பெருமைல പക്ഷേ നമുക്കൊരു അച്ചീവ്മെന്റ് മാതിരി ആയിരുന്നു. ഇല്ല, നിറയെ പേര് എങ്ങനെയെന്ന് അറിയാമോ, കുറച്ചെങ്കിലും നടക്കുകയും ചെയ്യൂല. മച്ചാൻ വിളിച്ച ഉടനെ ഫസ്റ്റ് ടൈം നടന്നു വന്നു ഇത്ര ദൂരം. അത് വലിയൊരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കുറ്റം പറഞ്ഞുകൂടാ ആരടുത്ത്. സാലറിയാ അതാണ് മച്ചാൻ. ഇവ എത് കളിയാന്ന് தெரியுமா? அப்பாடா ஆனந்த கண்ணீர் முடியா இப்படி ஒரு விட்டு ஓடிட்டே அப்படின்னு அப்படி தானே மச்சான்? அப்படிலாம் கிடையாது. அப்படி திருப்பி வருது. அப்படிதான். சும்மா ஆயிட்டிங்களா? சும்மா நாங்கள் கொஞ்சம் ஜாலியாக என்னையும் கூட பேசியிருக்கலாம்ல. இனிமேல் ஒத்தை தான் பேசி போகண்டே இருக்கும். அதனால் ഒരു വൈബ് അടിച്ചിട്ട് പോകാം. ഇത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇത്ര ദൂരം ആ ഒരു മരത്തിൻ്റെ വൈബ് കിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ആ മരം കാണുമ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറല്ലേ 2 സൈഡ് നിൽക്കുമ്പോൾ കാണാൻ. നമുക്കിനി ഇവിടെ കുറച്ച് ദൂരം ഒരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജ് ഒരു മാക്സിമം ഒരു 1.5 അല്ലെങ്കിൽ 2 കിലോമീറ്റേഴ്സാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് അതിൽ പോയി. അത് പോണത് വേണ്ട, കാണാൻ നൈസ് വൈബല്ലേ അവർ പോണത് കാണുമ്പോൾ. ഓ നമുക്ക് സൂര്യൻ്റെ അടുത്തോട്ട് ഓപ്പാ സെറ്റ് സാധനം. ഓ നമുക്ക് അവിടെ നിന്ന് മാഞ്ഞു പോവും ഇതിലോട്ട്. ഓക്കെ, അവരും മാഞ്ഞു പോയി. അപ്പോൾ നമുക്കും ഈ ബ്രിഡ്ജ് വിട്ട് മാഞ്ഞു പോയി അടുത്ത കരയ്ക്ക് പോവാം. അത് നമ്മളെ മച്ചാൻ അവിടുത്തെ നമ്മളെ കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്.
ചേരാം. ഹായ് ബ്രോ. അതെ ബ്രോ, ട്രിവാൻഡ്രത്തിൽ നിന്നാ ബ്രോ. ജേണി ഓഫ് കൽക്കി. ജേണി ഓഫ് കൽക്കി. ഓക്കെ ബ്രോ, താങ്ക് യു. 50 എത്ര ബ്രോ? ഒരു 46 ബ്രോ. 46 ഓക്കെ കാണാം. ഓക്കെ ബ്രോ, കാണാം. അപ്പോൾ ഞങ്ങളെ മച്ചാനെ കണ്ടായിരുന്നു സംസാരിച്ചിട്ട്. ആ ബ്രിഡ്ജ് തീർന്നില്ല, കണ്ടോ? ആ ബ്രിഡ്ജ് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം. ഗവൺമെൻറ് കെട്ടിയ ബ്രിഡ്ജാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു ഹൈപ്പാണ് ഒരു ബ്രിഡ്ജ് കാണിച്ചു തരാൻ പോണി കേട്ടോ. അത് നിങ്ങൾ നോക്കണം. അത് ഇങ്ങോട്ടാണ് നമുക്ക് പോകണം. ഇവിടെ നിന്ന് ഒരു 500 മീറ്റേഴ്സിന് ലെഫ്റ്റ് സൈഡ് ഉണ്ട് റോഡ്. അത് പണ്ട് ബ്രിട്ടീഷ് കാലത്തിൽ കെട്ടിയ ഒരു ബ്രിഡ്ജാണ്. അത് കാണാൻ സൂപ്പറായിട്ടിരിക്കുകയാണ്. ഞാൻ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ അടുത്തൊരു ചേട്ടനെ വിളിച്ച് പറഞ്ഞാൽ അത് സൂപ്പറായിട്ടുണ്ട്, ഈ ബ്രിഡ്ജ് എടുക്കല്ലേ, നിങ്ങൾ ആ ബ്രിഡ്ജിലോട്ട് വരണം, കാണാൻ പൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ആണ് മച്ചാൻ, നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ കെട്ടിയ ബ്രിഡ്ജ് കാണിച്ചു തരാൻ നോക്കണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഹാർബർ ബ്രിഡ്ജാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ബ്രിഡ്ജ്. എൻട്രൻസ് കൊള്ളാം, പഴയതായിട്ടിരുന്നാലും. നമ്മളെ ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ അതാ നിൽക്കണം, ഒതുങ്ങി നിൽക്കണം. നമ്മൾ ചേട്ടനെ കാണാം. ആ ഒരു ബ്രിഡ്ജ് കൊള്ളാം കേട്ടോ. ബ്രിട്ടീഷുകാർ തന്നെ കെട്ടിയ ബ്രിഡ്ജ് പോലെ പറയണില്ല. ഇത് ഇപ്പോൾ കെട്ടിയ പോലെ ഒരു ബ്രിഡ്ജ് പോലെ സ്ട്രോങ് സൂപ്പറായിരിക്കണം. നമ്മൾ ചേട്ടൻ നമ്മളതിന് വെയിറ്റിങ്ങിലാണ് ഇരിക്കുന്നത്. ചേട്ടാ വെയിറ്റിങ്ങിലായിരുന്നാ? നല്ലൊരു തണുപ്പായിരുന്നു മച്ചാൻസ്. അതേപോലെ നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്പെഷ്യൽ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് എങ്ങനെ ഉണ്ട് നിങ്ങൾ കാണിച്ചു തരാം, നോക്കണേ. അപ്പോൾ മച്ചാൻസ്, നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ബ്രിഡ്ജാണ്. ബ്രിട്ടീഷുകാരാണ് കെട്ടിയ ബ്രിഡ്ജാണ് കേട്ടോ. ഇത് നല്ല വർഷം പഴക്കമുണ്ട്. കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതാണ് അത്. അതാ ഒന്നിരിക്കണുണ്ടോ, ആ ഒരു ബ്ലാക്ക് കളറിൽ, അതാണ് ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ. ഇവിടെ മൊത്തം 513 മീറ്റർ ഉണ്ട് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ലെന്ത്. നമുക്ക് ഈ സൈഡിൽ നോക്കിയാണ്ടോ നല്ലൊരു ഗ്യാപ്പുണ്ട്. ഏത് ബ്രിഡ്ജും ഇങ്ങനെ കൊടുക്കൂല. ஆனால் ഇങ്ങനെ ഇരുന്നാലും കാണാൻ ഒരു സൂപ്പർ വൈബാണ് കേട്ടോ. ഒരു നടന്നു പോകാൻ ഒരു ഫീലുണ്ട്. ഇത്രയും നിറയെ ഇങ്ങനത്തെ ബ്രിഡ്ജുകൾ നടന്നു പോയിട്ടുണ്ട്. ஆனால் ഇതിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് നോക്കുമ്പോൾ തണ്ണി വെള്ളത്തെ നോക്കി നോക്കി താഴെ പോടുന്ന വലിയൊരു ഫീലുണ്ട്. നല്ല വൈബാണ്, സെറ്റാണ്. കാരണം മച്ചാൻ ഇത്തിരി ദൂരം എന്തുകൊണ്ട് ഞാൻ സംസാരിച്ച് ഇല്ലെന്ന് പറഞ്ഞു മച്ചാൻ. അതേപോലെ നിങ്ങൾത്തെ ഒരു കാര്യം പറയണം. എന്തെന്നറിയാമോ, ഈ പണ്ട് കാലത്തിൽ നമ്മൾ ഈ റൂട്ടുണ്ടല്ലോ, ഇവിടെ നിന്നും അതുപോലെ അവിടെ നിന്നും പറഞ്ഞ ഷിപ്പുകൾ, ഈ 2 റൂട്ടിൽ നിന്ന് പറഞ്ഞ ഷിപ്പുകളുണ്ടല്ലോ, അത് പോകാൻ വേണ്ടി ക്രോസിങ് വരുന്ന ഒരു ബ്രിഡ്ജാണിത് കേട്ടോ. ഇവിടുത്തെ ബ്രിഡ്ജ് എല്ലായിടത്തുള്ള ബ്രിഡ്ജ് 2 ഡിവൈഡായി സെൻറ്ററിൽ നിന്നല്ലേ 2 പോയിൻ്റാണ് പൊങ്ങുള്ളൂ. ഇവിടുത്തെ ബ്രിഡ്ജ് സ്ട്രൈറ്റാണ് ഇങ്ങനെയാണ് പൊങ്ങണത്. കാരണം ഇപ്പോൾ വർക്കിംഗ് അല്ല, ഇപ്പോൾ നിറയെ ട്രാൻസ്പോർട്ടിങ് എല്ലാം വന്നല്ലോ, പോകാനുള്ള ഫെസിലിറ്റീസ് നിറയെ വന്നു. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പിംഗ് ഇല്ല. കൊള്ളാം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ബ്രിഡ്ജ്. ഒരു വൈബാണ്. ഞാൻ കാണാൻ അറിയാം ബാക്കിലിരിക്കണത് കണ്ടല്ലോ, ബാക്കിലും സൂപ്പറായി ഇറങ്ങി നിന്നിട്ടുണ്ട്. സെറ്റ് വൈബാണ് കേട്ടോ. മച്ചാ ഒരു പൊളി സാധനം കൂടെ ഒന്നുകൂടെ കണ്ടു കേട്ടോ. ഈ ബ്രിഡ്ജ് തീർന്നിടത്തിൻ്റെ ഒരു എൻട്രൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണേ. അവിടെ മച്ചാ പൊളിച്ചില്ലേ, ഫുൾ കവറായി. അതൊരു നൈസ് വൈബാണ് കേട്ടോ. അത് കാണുമ്പോഴേ ഒരു വൈബാണ്. നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. നിങ്ങൾക്ക് ഒരുക്കൂടെ കാണിച്ചു തരാം ഇവിടുത്തെ വണ്ടികൾ പോണത് കണ്ടോ. കാണാൻ ഒരു പീസായിട്ടില്ലേ, സൂപ്പർ. ഇതേപോലെ നമ്മളെ കേരള ഫുൾ അവിടെ അതേപോലെ ഇരുന്നെന്ന് പറഞ്ഞാൽ നൈസായിരിക്കും, സെറ്റ് വൈബായിരിക്കും. അതിൽ നമുക്ക് പാത്ത് വേ കൊടുത്തിട്ടുണ്ട്. നടന്നു പോകുന്നത് ചെറിയൊരു പാത്ത് വേ ആണ്. അപ്പോൾ നമുക്കതിൽ ജാലിயாக നടന്നു പോവാം. തീരോ ഇവിടെ നിന്ന് എന്തെങ്കിലും അങ്ങ് കിടക്കണല്ലേ ഉണ്ട്. സോ സാഡ്. പോവാം, നമുക്ക് നേരെ ഉണ്ണിച്ചാണ്ടത് കാണാം. കണ്ടിട്ട് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അകത്തുള്ള ഒരു ചെറിയൊരു ഇതായിട്ട് ഇന്ന് കാർണിവലാണ് ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ കാർണിവലിലേക്ക് നമ്മൾ നിൽക്കാൻ പറ്റില്ല. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നെന്ന് പറഞ്ഞാൽ രാത്രി സ്റ്റേ ചെയ്യാൻ ഒരിടം കിട്ടില്ല, നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങളെല്ലാം നോക്കി മൂവ് ആയതുകൊണ്ടേ ഇരിക്കണം. എന്നാൽ തന്നെ നമ്മൾ അടുത്തടുത്ത ഇടങ്ങളിൽ പോകാനും പറ്റുള്ളൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ട്രക്കായി പോയി പോകും. ഇനിയാണ് സ്ട്രക്കാവുന്ന ഒരു പരിപാടിയില്ല, നമുക്ക് പീസാണ് ചെയ്തോട്ടെ അല്ലേ മച്ചാ. അതേപോലെ ഉണ്ടല്ലോ അവിടെ ഫുള്ള ബോട്ടിങ്, മീൻ പിടിക്കാൻ പോലത്തെ ബോട്ടിങ്ങിൻ്റെ ഇതാണ് കണ്ടോ. അതൊരു ഹോർബിൾ പോലത്തെ ഇതാണ്. അവിടെയാണ് ഷിപ്പുകൾ പറഞ്ഞത്. അതൊരു ഷിപ്പ് നിൽക്കണ പോലെ ഇരിക്കണം. ആ സൈഡിലെല്ലാം ഷിപ്പുണ്ട് കേട്ടോ.
വലിയ വലിയ അവിടെ എല്ലാം ബോട്ടുകളാണ്. അങ്ങ് അറ്റത്തൊരു വലിയ ഷിപ്പ് നിൽക്കണം, കണ്ടായിരുന്നോ? അത് കുറച്ച് വലിയ ഷിപ്പാണ്. എവിടെ നിന്ന് കാണുമ്പോൾ നമുക്കത് ചെറിയൊരു സാധനമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് പോയിട്ട് ഉണ്ണിച്ചേട്ടൻ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ചേട്ടൻ ഒരു കടയിൽ വിളിച്ചിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്നലെ പാർട്ടിയിൽ ഡാൻസ് ആടാൻ വരുമ്പോൾ കണ്ടതാണ് ചേട്ടനെ. അപ്പോൾ ചേട്ടന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടന് നല്ലൊരു സന്തോഷമായി. അതെല്ലാം രാവിലെ പറഞ്ഞായിരുന്നില്ല, എനിക്ക് ഇത്ര ദൂരം വന്നതിൽ നല്ലൊരു പോസിറ്റീവ് എനർജി തന്ന് ന്യൂ ഇയർ ദിവസമായിട്ടും എൻ്റെ ലൈഫിന് 2-3 പോയിൻറ്റിങ് എടുത്ത് തന്ന ആൾ ആ ചേട്ടനായിരുന്നു കേട്ടോ. എന്നെ ആരെന്നൂടെ അറിഞ്ഞൂടാ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് അത് സന്തോഷമാണ്. ആവണോ ആവണില്ലേ അത് നമുക്കൊരാൾ പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു മോട്ടിവേഷൻ എനർജിയാണ് കിട്ടുന്നത് കേട്ടോ. അത് നമുക്ക് സന്തോഷമാവും. അപ്പോൾ ഇനി നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ എൻഡ് എത്തി, കണ്ടല്ലോ മച്ചാൻ. നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ എൻഡ് വന്നിട്ടുണ്ട്. എൻഡ് വരുമ്പോൾ ഒരു വലിയൊരു ജംഗ്ഷനാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. നമുക്ക് പോവാം, ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോയിട്ട് പോകണ അതിലുള്ള ചില ഫണ്ണുകളും കാണാം. അതുപോലെ ഫുഡ് അടിക്കണം, സമയമായല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബ്രോ എവിടെ പോയി? ഉണ്ണിച്ചേട്ടൻ അവിടെ ഉണ്ട്. ഓക്കേടാ, ഇവിടെയാണ് ഫുഡ് അടിക്കാൻ പോണത്. ഓക്കെ, സെറ്റ്. നല്ലൊരു മണം. മച്ചാൻ നമ്മളുള്ള ഊണ് വന്നിട്ടുണ്ട്. ഊണും ഈ കുറച്ച് മീനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് പെട്ടെന്ന് ഒരു വന്ന് നമ്മൾ ഫുഡ് അടിച്ചിട്ട് ഇറക്കിറങ്ങി കേട്ടോ. അതായത് നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നേരെ പോണത് ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ടാണ്. എന്നെ വെച്ചിട്ട് അതേപോലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നേരെ പോണ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ടാണ്. പറ്റുമെങ്കിൽ ഇന്ന് നമുക്ക് കാർണിവൽ ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യാൻ നോക്കണം കേട്ടോ. എന്നു പറഞ്ഞാൽ അവിടെ കാർണിവൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റേ അവിടെ സെറ്റ് ആവില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തെയും കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ബീച്ചിലോട്ട് പോയിട്ട് ഫോർട്ട് കൊച്ചി കാർണിവൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഉണ്ണിച്ചേട്ടൻ അവിടെ വന്നോളും. അപ്പോൾ ഉണ്ണിച്ചേട്ടനെ വിളിച്ചിട്ട് സൈഡിലോട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മച്ചാൻ ന്യൂ ഇയർ ആയിട്ടും ക്രിസ്മസ് ആയിട്ടും പൊളി വൈബായിട്ടുണ്ട് കേട്ടോ ഫോർട്ട് കൊച്ചി. ഞാൻ വന്നതിൽ ഒരു കാർണിവൽ ഇവിടെ ഹലോവിൻ പോലത്തെ ഒരു നൈസ് സെറ്റപ്പാണ്. എല്ലായിടത്തും അവരൊരു ക്രിയേറ്റിവിറ്റിയിൽ ചെറിയ ചെറിയ കുറച്ച് ആർട്ട് ചെയ്ത് വെച്ചു. കുറച്ച് നല്ല വലിയ ആർട്ടുകളാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം കേട്ടോ. അതൊരു ഫുള്ള് ഒരു സിനിമാറ്റിക് ഷോട്ടിൽ എല്ലാ ആർട്ടേയും കാണിച്ചു തരാം. ഓക്കെ, നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ മച്ചാൻ. ചെറിയ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് ഈ സമയത്തിൽ ഹൈ ബ്രോ, ഈ സമയത്തിൽ ഞാൻ രാത്രി ഒന്ന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വേറെ വൈബിലായിരിക്കും കേട്ടോ. ഇത് കാണാൻ എല്ലാം ലൈറ്റിങ്ങിൽ. ഓക്കെ, നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് കാണട്ടെ. ഇനി നിറയെ ഉണ്ട്, കാണാനുള്ളതല്ലേ ഉള്ളൂ. ഒരു പൊളി ചാടിനോട്ടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയർ ഫംഗ്ഷൻ വന്നെന്ന് പറഞ്ഞാൽ നിറയെ ഇത് കാണാൻ പറ്റും. അതുപോലെ ചാടിനെ കാണിച്ചു തരാം. ആയി ചേട്ടാ, കൽക്കി കൊച്ചി കാർണിവൽ ഇപ്പൊ പങ്കെടുക്കും. ഓക്കേടാ, ഇപ്പൊ അങ്ങോട്ടാണ് പറഞ്ഞത്. നമ്മുടെ ടീമിന്റെ പേര് അങ്കത്തട്ട് കളരിപ്പയറ്റ് മാർഷൽ ആർട്സ്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ കാർണിവൽ പൊളിച്ചെടുക്കാം. നമ്മുടെ ഉണ്ണിപ്രായം വന്നിട്ടുണ്ട്. ഞാൻ മാറിപ്പോയി റൂട്ടീന് ചാണ്ടാണ് വിളിച്ചോണ്ട് വന്നത് കറക്റ്റാ. അപ്പോൾ നമുക്കിന്ന് കാർണിവൽ പൊളിച്ച് അടുക്കാം കേട്ടാ. നമ്മളെ ഉണ്ണിച്ചേട്ടൻ അവരെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്, അവരെ അച്ഛനെല്ലാം കാണാൻ വേണ്ടി. അപ്പോൾ ഇത്രയും വിളിച്ചിട്ട് നമ്മൾ പോകാതിരുന്ന വലിയൊരു കുറ്റമാണ് അല്ലേ. നമുക്ക് സ്നേഹമുണ്ട്, എനിക്കും സ്നേഹമുണ്ട്, അതുകൊണ്ട് നമുക്ക് പോവാം. അത് നിങ്ങൾ കാണിക്കാനുള്ളത് കൊച്ചി കാർണിവലിൻ്റെ എൻട്രൻസ് ആണ്, കണ്ടല്ലോ ആർച്ച്. നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്, സ്ട്രെയിറ്റാ. ഇവിടുന്ന് കൊണ്ട് കുറച്ച് ദൂരം. നമുക്ക് ഉണ്ണിച്ചാൻ്റെ വീട്ടിൽ പോകാൻ കറക്റ്റാக 2 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പോണ ഡിസ്റ്റൻസിൻ്റെ അവിടെയാണ് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് ജസ്റ്റ് അവരെ കണ്ട് എല്ലാവരും ഹായ് കൊടുത്തിട്ട് അവർ ഹാപ്പിയാവും, ഞാനും ഹാപ്പിയാവും. നമ്മൾ ഉണ്ണിച്ചാൻ്റെ ഫാമിലിയെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഹായ് ഹായ് അച്ഛൻ പേരാണ് കൽക്കി. ഫുഡ് കഴിച്ചത്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ രണ്ടുപേരും ഉണ്ണിച്ചേട്ടൻ്റെ ഫാമിലീസാണ്. ചേട്ടനുണ്ട്, ചേട്ടൻ അവിടെ ഓടി തോർത്തൊക്കെയാ പോയതാ. അപ്പോൾ ചേട്ടന് ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. ഇത്രയും നേരം പറഞ്ഞ് ഫുഡ് കഴിക്കാതെ വിടുന്നില്ല. കുറച്ചെങ്കിലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് പോകാം. അപ്പോൾ നമുക്ക് സന്തോഷമാണ്, അവർക്ക് എല്ലാവർക്കും സന്തോഷമാണ് അല്ലേ? പക്ഷെ ഞങ്ങളെ ഫുഡ് വന്നിട്ടുണ്ട്. എന്നോട് കമ്പനിക്ക് ഉണ്ണിപുരം ചെന്ന് കഴിക്കാതെ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ 1-ാം തീയതി ബിരിയാണി കഴിക്കാൻ വീട്ടിൽ നിന്ന് കഴിക്കാനും സ്പെഷ്യലാണ് ചേട്ടാ. ഓ ഉണ്ണിച്ചേട്ടൻ്റെ അമ്മയുടെ സ്പെഷ്യലാണെന്ന് നമുക്ക് കഴിക്കാം. പക്ഷേ അതിനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണി കൊച്ചി സ്റ്റൈൽ ബിരിയാണി കേട്ടോ. അതും ഉണ്ണിപുരൻ്റെ അമ്മ വെച്ചതാണ്. ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിരുന്നു. ഇതുവരെയും ഇങ്ങനത്തെ ടേസ്റ്റ് വേറെ നമ്മളിവിടെ കടയിൽ പോയൊന്നും കിട്ടൂല. വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ അത് തനി ടേസ്റ്റാണ്. എപ്പോഴും കൊള്ളാം കേട്ടോ ഞാൻ കഴിച്ചത്. ആ ഫുഡ് സൂപ്പറായിട്ടിരുന്നത്. കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു ഫുഡ് കഴിച്ചിരുന്നു, ബിരിയാണി. താങ്ക്സ് ഏട്ടാ. ഏട്ടാ ഓടി നമ്മളെ ഫാമിലിയുള്ള എല്ലാവരെയും മീറ്റ് ചെയ്ത് എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഉണ്ട്. ചേട്ടനാണ് വിളിച്ചു ഓടിയത്. മച്ചാൻ നമ്മള് ഉണ്ണിച്ചാൻ്റെ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് അവിടെ എല്ലാം നല്ല സ്നാഗുള്ള ആൾക്കാരാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ ഉടനെ നമുക്ക് എന്ത് കിട്ടിയെന്ന് അറിയാമോ? കൊച്ചിയിലെ കാർണിവലിനുള്ള ഫ്ലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ മനസ്സിലാവും. എനിക്കിവിടെ അതിനും ക്ലിയർ മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമല്ലേ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഫ്ലോട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ബാക്കിലോട്ടാണ് വന്നുകൊണ്ടിരിക്കണത്. അതാ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവരുടെ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതും ഓരോ തീമാണ് കേട്ടോ. തീം ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്, നോക്കണം കേട്ടോ. വേണ്ടല്ലോ ഉണ്ടല്ലോ, ഒരു നൈസാണ്. ഇതൊരു ആയുർവേദം ഒരു പഴയ സെറ്റപ്പാണ്. ഓ സെറ്റാണ് കേട്ടോ. നന്ദി. അപ്പോൾ നമുക്ക് ഇനി കാർണിവൽ ഫെസ്റ്റിവലിനകത്ത് പോയിട്ട് നമുക്കവിടെ കാണാം കേട്ടോ. പക്ഷേ നമ്മൾ കാർണിവലിലെ എൻട്രൻസ് കയറിയിട്ടുണ്ട്. കണ്ടാൽ അറിയാം ഫുൾ ആർച്ചാണ്, ഫുൾ പ്രോഗ്രാമിയാണ്. ഇപ്പോഴേ ആൾക്കാർ നിറയെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും ആൾക്കാർ അവിടെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു സെറ്റ് വൈബായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാൻ പറ്റൂല. നമ്മൾക്ക് ഈ കരയെ അക്കരയിലൊക്കെ ഇറങ്ങി പോകാം. കാണിച്ചു തരാം. കണ്ടല്ലോ അവർ പോണത്. നമുക്ക് അതേപോലെയാണ് അക്കരയിൽ പോകാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്താണുള്ളത്. ഇവിടെ പോയി അതെ, അപ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ അക്കരെ പോകാൻ എത്രയാണ് വൈപ്പ്? 3 ഒന്നേട്ടാ. അപ്പോൾ നമുക്ക് അക്കരെ പോകാനുള്ള ടിക്കറ്റ് 3 രൂപയാണ്. അത് ഇവിടുത്തെ ഓരോ ഇതിൻ്റെയും റേറ്റ് നിങ്ങൾ കാണിച്ചു തന്നോളാം. മച്ചാനെ ഒരു എക്സ്പീരിയൻസ് ആണ് ലെവല.
ഉണ്ട്. ഇവിടെ നിന്ന് നമുക്കിനി അങ്ങോട്ട് നടന്നാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ എന്താ കൂട്ടം അങ്ങ് ആ സൈഡ് പോകാനുള്ളത്. ഫുൾ ക്രൗഡാണ് കേട്ടല്ലോ. ഈ വണ്ടികൾ അങ്ങോട്ട് പോകാനുള്ള വണ്ടികളാണ്. സൂര്യൻ സെറ്റ് കണ്ടോ. അപ്പോൾ നമുക്കിനി നടന്നു പോവാം. കുറച്ചും കൂടെ ദൂരമുണ്ട്. ഇതാണ് നമുക്ക് പോകുന്ന ലൊക്കേഷൻ കേട്ടോ. അതിൻ്റെ അടുത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസിൻ്റെ സറൗണ്ടിങ് നമുക്ക് സ്റ്റേ ആക്കാനുള്ളത്. നമുക്ക് പോയിട്ടാണ് അടുത്ത് അറിയുള്ളൂ എങ്ങോട്ടാണ് ആരാണ് അതെന്ന്. പിന്നെ മച്ചൻസ് സൂപ്പർ സൺസെറ്റ് കണ്ടായിരുന്നു കേട്ടോ വന്ന വഴിയിൽ. കാണിച്ചു തരാം സിനിമാറ്റിക് ഷോട്ടിൽ നോക്കണേ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് മിലിറ്ററിയിലെ ഒരു മെയിൻ പ്ലേസിലോട്ടാണ് പോകുന്നത് കേട്ടോ. അവരെ എക്യുപ്മെൻറ്റ്സെല്ലാം വെച്ചിട്ടിരിക്കുന്ന ഒരു പ്ലേസാണ് ഇവിടെ. അതും നമ്മളെ കേരളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലേസാണ് ഈ ഇടം. അത് ഞങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എടുക്കുമ്പോഴേ എൻ്റെ അടുത്ത് വീഡിയോസ് എടുക്കല്ലേ, ബീച്ചിൽ പോയി തന്നെ വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ക്യാമറ ഓഫ് ചെയ്തിട്ട് അങ്ങ് പോയിട്ട് പോയി എടുക്കാം കേട്ടോ. ഈ ലൈറ്റാണ് എൻ്റെ ജീവൻ. മച്ചാസ് അങ്ങനെ വന്ന് നയാറ പമ്പിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. അവർക്ക് കേട്ടായിരുന്നു ഇവർക്ക് ഓക്കെയാണ്. അപ്പോൾ അവർ ഓണർ വന്നിട്ട് അവർക്ക് സംസാരിച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞ്. ഓണർ വരുമ്പോൾ ഒരു 9:30 ആവും. അതുകൊണ്ട് ഞാൻ ഇവിടെ ബാഗ് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇരിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. ഇരുന്നിട്ട് ഓണർ വന്നിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയാണ് നോക്കാം കേട്ടോ. ഇന്നെന്താണെന്ന് അറിഞ്ഞൂടാ, ലൈഫ് ഫുള്ള ഒരേ ബോറിങ്. 2024 തുടങ്ങിയിട്ടും കഷ്ടകാലം തന്നെ എനിക്ക്. നമുക്ക് ഇന്നത്തെ സ്റ്റേ റെഡി ആയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നയാറ പമ്പിൻ്റെ അവിടെയാണ് നമുക്ക് ഇന്നത്തെ സ്റ്റേ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് പമ്പ്. എൻ്റെ ബാഗ് ധാരിയാണ്. ഗോപ്രോ എന്ന് പറഞ്ഞാൽ ചാർജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ടെൻ്റ് ഇടാനുള്ള പ്ലാന്. Artlist.io. ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു കഷ്ടമായിരുന്നു കേട്ടോ. അവിടെ കഷ്ടപ്പെട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ലൈഫിൽ നിറയെ പാഠങ്ങൾ 2024 തുടക്കത്തിൽ നിന്ന് എനിക്ക് കിട്ടി. നല്ല കഷ്ടങ്ങളും കിട്ടിയിട്ടുണ്ട്. കൂടെ ഇത്ര ദിവസം ട്രാവൽ ചെയ്ത് ഓർത്ത് അവനൊരു കഷ്ടം വന്നപ്പോൾ അവൻ പോയായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ അവനോട് പറ്റില്ല. അവന് കാല് കുറച്ച് പെയിനുണ്ട്. അതേപോലെ അവൻ്റെ ഫാമിലി ഇഷ്യൂസ് അതെല്ലാം നോക്കാൻ വേണ്ടി അവൻ പോയായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു പാഠമായിരുന്നു അത്. പാഠമെന്ന് പറഞ്ഞാൽ വിധി. 2024 തുടങ്ങിയപ്പോഴും ഇനിയുള്ള കഷ്ടകാലം 5 മടങ്ങായിപ്പോയി. എന്ത് പറയാൻ, ലൈഫ് അങ്ങനെ ആയിപ്പോയി എൻ്റെ ലൈഫ്. അതുപോലെ ഇന്നത്തെ സ്റ്റേ ചെയ്യാനുള്ള ഇടവും കിട്ടി. പമ്പിലാണ് സ്റ്റേ ചെയ്തത്, നിങ്ങൾ കണ്ടു കാണും. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യണം, കുറച്ച് കിടന്ന് ഉറങ്ങണം. 1 മണിയാവും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ അമുക്കാൻ മറക്കല്ലേ കേട്ടോ. ബൈ മച്ചാൻസ്.